എറണാകുളം പൂക്കാട്ടുപടിയിൽ സ്വകാര്യ ബസ്സും കോളേജ് ബസ്സും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കെന്നാണ് വാർത്ത. ഇത്രയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തുനിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജയ്ബാർ കോളേജിന്റെ ബസ് കോതമംഗലം ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന പ്രൈവറ്റ് ബസ്സിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് രണ്ട് വാഹനങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇത് പെരുമ്പാവൂർ അറക്കപ്പടിയിലുള്ള ജയ് ഭാരത് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന കോളേജിന്റെ ബസ്സാണ്. ആ ബസിന്റെ അകത്ത് വിദ്യാർത്ഥികളാണ് ഏറെ പങ്കും കോളേജിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഈ ബസിന്റെ ഡ്രൈവർ, ഈ കോളേജ് ബസിന്റെ ഡ്രൈവറാണ് നിലവിൽ ആ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ബസിന്റെ മുൻവശം ഏകദേശം തകർന്ന നിലയിലാണ് രണ്ട് ബസിന്റെയും. ആദ്യഘട്ടത്തിൽ ഇവർ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചില്ല. തുടർന്ന് ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി പുറത്തെടുക്കാനുള്ള ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രശ്നമുള്ളത്, ഈ രണ്ട് വാഹനത്തിലുമുള്ള ആളുകൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. രണ്ട് ആംബുലൻസിലായിട്ട് നിലവിലുള്ള ആളുകളെ എല്ലാം പഴങ്ങനാടുള്ള സമരിറ്റാൻ എന്ന് പറയുന്ന ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ പാത പൂർണ്ണമായിട്ടും ബ്ലോക്കിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ആലുവയിലേക്ക് പോകുന്ന ആളുകൾ ഒഴികെ കാക്കനാട് ഭാഗത്തേക്ക് വരുന്ന ആളുകൾ, രാവിലെ മുതൽ ജോലിക്ക് വരുന്ന ആളുകൾക്കെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാത ഇതാണ്. ഇത് വളരെ ഇടുങ്ങിയ ഒരു പാത കൂടിയാണ്. ഒരേ സമയത്ത് രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോവുക എന്ന് പറയുന്ന അല്പം പ്രയാസകരമായ ഒരു പാത കൂടിയാണ്. അപ്പം അതിന്റേതായ ഒരു ഗതാഗത കുരുക്ക് കൂടി ആ ഭാഗത്ത് ഉടലെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജ് ബസിന്റെ ഡ്രൈവറെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ബസിന്റെ മുൻഭാഗം തകർന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തുകൂടി അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാനുള്ള കാര്യമായി നടക്കുന്നില്ല. അപകടകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആശുപത്രി അധികൃതരോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരെ ബസിന്റെ മറ്റ് ഡോറുകൾ, ഇപ്പൊ സ്വകാര്യ ബസിന്റെ ആണെങ്കിലും കോളേജ് ബസിന്റെ ആണെങ്കിലും മറ്റേ ഡോറിലൂടെ ആളുകളെ പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചു. പക്ഷേ ഈ വാഹനം ഇടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് വശം പൂർണ്ണമായി തകർന്ന് ഡ്രൈവറുടെ കാല് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം, ബസിന്റെ മുൻഭാഗം മുറിച്ചു മാറ്റിയേ ഡ്രൈവറെ പുറത്തേക്ക് ഇറക്കാൻ കഴിയുകയുള്ളൂ. ഈ സ്വകാര്യ ബസ് പുറകോട്ട് എടുത്താലും അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞു പോകുന്ന ഒരു അപകടകരമായ അവസ്ഥയിലായതുകൊണ്ടാണ് ആ ഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഡ്രൈവറെ പുറത്തേക്ക് എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ആശുപത്രിയിലുള്ളവർ അത്ര അപകടകരമായ അവസ്ഥയിലല്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കാരണം രണ്ട് ബസ്സിലും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും എറണാകുളം ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ സ്വകാര്യ ബസ്സിലും പഠിക്കാനായിട്ട് കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ കോളേജ് ബസ്സിലും ഉണ്ടായിരുന്നു. വളവ് തിരിയുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും പരിക്കേറ്റവരുടെ നില ആശങ്കാജനകമല്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്രൈവറുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആലുവയിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ സംഘമാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് എടത്തല പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സന്നാഹവും അവിടെ എത്തിയിട്ടുണ്ട്.